കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിലാക്കുന്നു. അങ്ങയുടെ ശത്രുഘ്നൻ പിള്ളേ എന്നുള്ള വിളി കേൾക്കുമ്പോ വല്ലാത്തൊരകൽച്ച. ഇനി മുതൽ അവിടുന്ന് എന്നെ സ്നേഹത്തോടെ ശത്രുന്ന് വിളിച്ചാ മതി. സ്നേഹത്തോടെ എങ്ങനെയാ ശത്രുന്ന് വിളിക്കുക? അതെ, കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പടം എടുക്കണം. വല്യമാമ അങ്ങോട്ട് ഇരിക്കുക. ആ അംഗങ്ങളൊക്കെ അങ്ങോട്ട് നിരന്ന് നിൽക്കാം. കല്യാണിക്കുട്ടിയുടെ തിക്കും തിരക്കിനും ഇടയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാറിപ്പോണ്ട. ഒരു 5 സെൻസ് ഇവിടെ അമ്മൂട്ടിയും ഭർത്താവും എത്തിയില്ലല്ലോ. നാം അങ്ങോട്ട് പുളിയഞ്ചി കാച്ചിന്റെ തിരക്കിലായിരുന്നു. ഫോട്ടോ പിടിക്കുമ്പോ ചട്ടുകം വേണോ തിരുമേനി? കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്. മക്കളില്ലാത്ത തിരുമേനിക്ക് ചട്ടുകൊങ്കിലും ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ഇരിക്കാം. അതിങ്ങോട്ട് കൊള്ളാം. അമ്മൂട്ടി നീ ഇത്തിരി ശങ്കുണ്ടിയും കുട്ടനും എന്താ ഒഴിഞ്ഞു മാറി നിൽക്കണേ? ഞങ്ങള് തറവാട്ടംഗങ്ങളല്ലല്ലോ. ആണ്. എന്തിനാ അങ്ങനെ ചിന്തിക്കണേ? ഇങ്ങോട്ട് വന്ന് നിന്നോളൂ. സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിനെ കുടിവെക്കുന്നത് ചെറുക്കന്റെ വീട്ടിലാ. ഇവിടെയെല്ലാം ഒരിടത്ത് തന്നെ വിവാഹവും കുടിവെക്കലും പിന്നെ ഭർത്താവിന്റെ കുടികിടപ്പും എല്ലാം പണ്ട് മുതലുള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. കളിയാക്കുക അല്ലെന്റെ മീനു, തറവാട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് തന്നെ ഞാൻ വിവാഹം കഴിച്ച് സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. പിന്നെന്താ, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ ബോധിച്ചടോ. എന്റെ ഭാഗ്യം. പയ്യാരത്ത് തറവാട്ടിലെ സംബന്ധക്കാരനാകാൻ കഴിച്ചത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു കേട്ടു. അതെ, എന്താ തറവാട്ടിലെ ആസ്തി? എനിക്കറിയില്ല, ഒക്കെ വല്യമാമയ്ക്ക് അറിയൂ. മറ്റുള്ള സംബന്ധക്കാർക്കും അറിയില്ല. ആരും വല്യമാമയോട് ചോദിക്കാറ് പോലും ഇല്ല. ഓ, അപ്പൊ ഇവിടെ എല്ലാം വല്യമ്മാവയാണ്. നേരെ കുറെ ആയി. ആ പിളക്കൊന്ന് കിടത്തനായിരുന്നു. എന്താ അതിലും വല്യമാമയുടെ സമ്മതം വേണോ? യോ, എന്താ ഈ കാട്ടണേ? ഈ തറവാട്ടില് സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധാട്ടോ. അപ്പൊ ഇവിടെ ആരും ചേർത്ത് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ, ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരെയും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമാമയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ, ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ. ഓരോരോ നിയമങ്ങളെ. വേണമെങ്കിൽ ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. പിന്നെ ആ, ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം? അയ്യോ, ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു. ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമ്മാമക്കില്ലല്ലോ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ. ഭഗവതി രക്ഷിക്കണേ. കല്യാണത്തിന് വന്നിരുന്നില്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ഇല്ലേ? ഇല്ല, ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അപ്പൊ സംസ്കൃതത്തിന് മാത്രമല്ല ഭരിതത്തിലും നിപുണനാണല്ലേ? കൂടെ നടക്കണുണ്ടല്ലോ. ഇതുപോലൊരു ഭരിതൻ തന്റെ നാവിന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു, കുളക്കടവിൽ വെച്ച്. പടിക്കെട്ടിലപ്പടി വഴുക്കലാണല്ലോ. ഇവിടെ ആരോ താളി പിഴിഞ്ഞൊഴിച്ചത് അവിടെ ചോദിച്ചപ്പോ അബദ്ധം പറ്റി നമുക്ക് ആ കടവ് മാറിപ്പോയതാണെന്ന് ഞാൻ ആലോചിക്കാൻ വയ്യേ. എടോ, എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ? ഇതാ ഭരിതം. ഭരിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ശരിയാ. നല്ല ഉച്ചാരണ ശുദ്ധി. ആരാ സംസ്കൃതം പഠിപ്പിച്ചേ? സുബ്രഹ്മണ്യ ശർമ്മ. അതെ, ചോദിക്കാൻ മറന്നു. രാമനാഥൻ ഇവിടെ എവിടെയാ? കുറച്ചകലെയാ. എന്നാലും എനിക്ക് അങ്ങേ നന്നായി അറിയാം. ഒരുപാട് കേട്ടിരിക്കണു. അതെങ്ങനെ? അതിപ്പോ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും, പക്ഷെ വെളിച്ചപ്പാടിന് എന്നാ ഈ വെളിച്ചപ്പാട് അങ്ങനെയല്ല. പത്മനാഭൻ നായരെ അറിയണവരെ പത്മനാഭൻ നായരും അറിയും. പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യനല്ലേ. ശകുന്തളയെ തിരിച്ചറിയാൻ ദുഷ്യന്തനൊരു മുദ്രമോതിരം വേണ്ടി വന്നു. ഫലിതം.
വല്യമാമേ ഇത് കണ്ടോ, തറവാട്ട് വളപ്പിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ ഇപ്പൊ ആരും കണ്ടവരും ഇല്ല കേട്ടവരും ഇല്ല. എന്താ ഇത്? തറവാട്ടിൽ മദ്യപിക്ക്. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടിട്ടതാവും. അതിനിപ്പോ ആരാ അങ്ങോട്ട് ധൈര്യപ്പെടുക? പിന്നെ ഇത് ഉപയോഗിച്ചത് ആരാ? ശത്രുഘ്നപിള്ളേ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി. മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ കാർത്തിയായനി? എന്തോ ഇതൊന്നും ഇവിടെ നടപ്പില്ലാന്ന് മരുമകനെ പറഞ്ഞ് മനസ്സിലാക്കുക. ശങ്കമ്മ വല്യമാമയോട് പറഞ്ഞ് മാപ്പാക്കണം. ഒരു തെറ്റ് പറ്റിയതാ. ഇനി കുട്ടി വിഷമിക്കണ്ട. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ, സുധിക്ക് വയസ്സ് 16ആയി. അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8. നാണിക്കുട്ടി സമ്മന്തക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7, കുട്ടാ, യൂണിറ്റ് ഒരു സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി. ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? മമ്മൂട്ടി സമ്മന്തക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ, പഞ്ചസാര നിരോധനം. എന്താ ബിനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. ആ, മീനാക്ഷി സമ്മന്തക്കാരൻ ചത്തു. സമ്മന്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ. എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം. അതിനോട് യാതൊരു നിയന്ത്രണമില്ല. ബിനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും ബിനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരൊക്കെയാണല്ലോ. പറഞ്ഞുണ്ടോ? എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എനിക്ക് മില്ലി പോണം. കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ. വല്യമാമേ, മറ്റന്നാ റിസൾട്ട് വരും കേട്ടോ. നിനക്ക് ക്ലാസ് ഉറപ്പല്ലേ? ആ, നീ എങ്ങോട്ടാ? ലൈബ്രറിയിലേക്ക്. വളരെ സൂക്ഷിച്ചു പോണം. വെപ്രാളൊന്നും പിടിക്കണ്ട. ഏറെ സ്പീഡൊന്നും പോണ്ടാട്ടോ. മടങ്ങുമ്പോ 1 കിലോ ജീരകം കൂടെ മേടിച്ചോ. ആയിക്കോട്ടെ. ടാറ്റാ. ടാറ്റാ. ഇതെന്താ യുദ്ധക്കളത്തിലേക്കുള്ള പുറപ്പാടാ? എന്താ തറവാട്ടിലെ സേനാബലം കണ്ട് അസൂയ തോന്നുന്നുണ്ടോ? കണ്ണൊന്നും പെട്ടേക്കരുത് കേട്ടോ. ഒരു ശക്തിമാൻ ട്രക്ക് നാളെ എനിക്കും വേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ഇന്ന് 5 വാഗൻ ലോഡ് ചെയ്യണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എടാ ശ്രീധര, അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട. ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ. നീ വെറും സമ്മന്തക്കാരൻ. അത് കുടുംബത്ത്. മില്ലിൽ വന്നാ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും. വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ. മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ്, I want to see that 5 wagons should be loaded today. Understand? മുംബൈക്കൊന്ന് വിളിക്കണം, മറക്കരുത്. ഇല്ല, കൽക്കട്ടയ്ക്ക് ലോഡ് അയക്കണം. ഓക്കെ, ശരി സാർ. കുഞ്ഞിരാമ, ഭാര്യക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്.
ഡിസ്ചാർജ് ചെയ്തില്ല. എന്നിട്ടാണോ താനിന്ന് പഠിക്കു വന്നത്? ലീവില്ല. സാരമില്ല, പൊയ്ക്കോളൂ. പൊതുവാളെ, തന്റെ മകളുടെ വിവാഹകാര്യം എന്തായി? എല്ലാം ഒത്തു. ഇനി ഉറപ്പിക്കണം. പക്ഷേ ഉറപ്പിച്ചോളൂ, ഒക്കെ മംഗളമായി നടക്കും. നമുക്ക് വഴിയുണ്ടാക്കാം. പൊതുവാളിന് 25,000 ഉറുപ്പിക കൊടുത്തേക്കും. ഓക്കെ സാർ. എന്റെ കാര്യം രാഘവന്റെ പ്രൊമോഷന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം. ആ രാമനാഥൻ, താൻ എപ്പോ നോക്കിയാലും എന്റെ പിന്നിലുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ പിന്നിലല്ല, അങ്ങാണ് എന്റെ മുന്നിൽ വന്ന് നിന്നത്. താനെന്താ ഇവിടെ? ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ. ഇവിടെ തനിക്ക് ഞാൻ അറിയാത്ത